അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യം ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയ അതും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക്. പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചില്ല. നീ കൂടുതൽ എന്നെ എങ്ങനെ സഹായിക്കണത്? ഞാൻ അതൊന്നും പറയില്ല. എന്നെ ഓരോരുത്തരും സഹായിക്കാൻ പല രീതിയിൽ തീരുമാനിച്ചാൽ ഞാനും ചെയ്യാൻ പറ്റും, ഞാനും വേണ്ടാന്ന് പറയാൻ പറ്റും. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുത്തോട്ടെ. മുഖ്യമന്ത്രിക്കൊക്കെ അതിൻ്റെ അകത്ത് അധികാരമുള്ള ആളല്ലേ തീരുമാനം എടുക്കാൻ വേണ്ടി. വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാമോ? സഹായിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ എന്താ അങ്ങനെ സഹായിക്കാനുള്ള ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ വിജിലൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ലേ, നമ്മുടെ സതീശനല്ലേ, ഒന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വയ്ക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അത് ചെയ്യട്ടല്ലേ. ഞാൻ നിയമപരമായി പറയുന്ന കാര്യം ഇങ്ങനെ വെല്ലുവിളിയാണ്. നിയമപരമായി ഒരു ഫേവറും വേണ്ടെന്ന് പറഞ്ഞത്. ഒരു ഫേവറും വേണ്ട. അവർ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 മാസം പോലും ഇല്ല. ഇനി മാർച്ച് 1-നാണ് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രഖ്യാപിക്കുന്നത്. 60 ദിവസം പോലും ഇല്ല. അതിനു മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് CBI അന്വേഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ നടത്തട്ടെ. അത് ഞാൻ നേരിട്ടാൽ പോരെ. ഞാൻ വ്യക്തിപരമായി നേരിടും. ഏത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം, വരട്ടെ. അത് ആരാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി പറഞ്ഞ് വിഷമിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. എനിക്കൊരു പ്രശ്നം. ശുപാർശ ചെയ്താലും CBI കേസ് എടുക്കണമല്ലോ, അങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു അതൊക്കെ എടുത്തോട്ടെന്നേ. ഇനി അവര് വന്നെടുത്താലും എടുക്കട്ടെ. ഞാൻ പറഞ്ഞെന്താ, 4 അല്ല 5 ആയില്ലേ, പിന്നെ അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എന്താണ് നോക്കട്ടെ, അത് നോക്കാം. ഇത് വരട്ടെ. ഇതിപ്പോ ഒരു വാർത്തയല്ലേ വന്നത്. വാർത്ത വന്ന് അതിന്റെ റിപ്പോർട്ട് കൂടി ഞാൻ കണ്ടു കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. വേറെ കുറേ റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാരണം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാ എവിഡൻസും എല്ലാ സാധനങ്ങളും അവർക്ക് കൊടുത്തപ്പോൾ അവരെന്നോട്, ഞാനത് പറയണത് ശരിയല്ല, അവരെന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അഭിമാനത്തോടു കൂടിയാണ് അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അവരുടെ പേരോ അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ പറയില്ല. പക്ഷെ അന്വേഷണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല? അല്ലെ ഞാൻ ഇത്രയും ധൈര്യമായിട്ടേക്ക് ഞാനൊന്നും പറയുന്നില്ലെന്നേ. ഇത് ഞാൻ എന്ത് കാര്യത്തോട് കമ്പയർ ചെയ്താലും ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞു. കാരണം അത് ഇതുപോലെ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. CBIക്ക് വിടരുതെന്നും പറഞ്ഞിട്ടില്ല, വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി എന്തെങ്കിലും ഫേവർ ചെയ്യണമെന്ന് പറയില്ല, ഒന്നും ചെയ്തില്ല. അത് ഉണ്ടാവുമല്ലോ, ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലത്തെ കാണും. മാത്രമല്ല ഇന്നലത്തെ മറ്റേ അണ്ടർവെയറിൻ്റെ കേസ്, ഷഡ്ഡി കേസ് അല്ലേ, അത് പുറത്ത് വന്നിരിക്കല്ലോ. ബാലൻസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഇതാവൂലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ആദ്യത്തെ വാർത്തയായിട്ട് കൊടുക്കണ്ടേ, ലീഡായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നാളത്തെ പത്രങ്ങളിൽ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റതൊന്ന് സൈഡിലേക്കോ അകത്തെ പേജിലേക്കൊക്കെ ഒന്ന് പോവല്ലേ. ഇത് ഷഡ്ഡി കേസ് ആണല്ലോ. സംശയം ആർക്കാ സംശയം? അതുകൊണ്ടല്ലേ ഞാനിതിനെ അങ്ങനെ തന്നെ കാണുന്നത്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്യും. ശരി, താങ്ക് യു.